മനഃപൂർവ്വം മഞ്ജു വീട്ടിൽ പോയി വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ മഞ്ജുവിനോട് കണ്ണൻ മഹിയും കുഞ്ഞിനും കൊണ്ട് കണ്ണന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞത്? ഇടി, ആ കുഞ്ഞ് അവന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്, അല്ലാണ്ട് ഇവിടെ അല്ല. കുഞ്ഞു പോയതില് അനന്തേട്ടന് വിഷമമില്ലേ? ലേഖ, എനിക്കും വിഷമമുണ്ട്. എങ്കിലും നമ്മൾ സാഹചര്യം മനസ്സിലാക്കണ്ടേ? കുഞ്ഞിന്റെ നൂലുകെട്ട് കഴിഞ്ഞിട്ടും മോളിവിടെ നിർത്തിയില്ലേ? ഓണം വരെ നിർത്താന്ന് പറഞ്ഞില്ലേ? അതിനിടയ്ക്ക് മഞ്ജുവിന്റെ അമ്മയൊന്ന് കാണിക്കാനായിട്ട് കുഞ്ഞിനൊന്ന് കൊണ്ടുപോയി ഒരു ദിവസത്തേക്ക്. അപ്പോഴേക്കും നീ ഇങ്ങനെ തുടങ്ങിയ കുഞ്ഞ് സ്ഥിരമായിട്ട് അവിടെ പോയി നിൽക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി? മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അനന്തേട്ടാ. പറഞ്ഞത് ശരിയാ. ഞാൻ മഞ്ജു വീട്ടിൽ പോയി കണ്ണേട്ടനെ മഹിയും വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയോ ഈ കാര്യം അവളെ അറിയിച്ചത്. അങ്ങനെയെങ്കിലും അവരിന്ന് എന്നെ വരുന്നെങ്കിൽ വരട്ടെ. മോള് എന്റെയോ നിന്റെയോ ചോരയല്ല. അതെന്താ ലേഖ നീ മനസ്സിലാക്കാത്തത്? ഒരു സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ അത് സ്വന്തം കുഞ്ഞാവണമെന്നുണ്ടോ? ഇന്നത്തെ ദിവസം ഇനി നീങ്ങില്ല. സാധാരണ ദിവസം പോകുന്നത് നമ്മൾ അറിയാറില്ലല്ലോ. പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു മാസത്തിന്റെ നീളം ഉണ്ടാവും. രാത്രി കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല അനന്തോട്ടം. നിന്റെ ഈ പോക്ക് അപകടത്തിലേക്കല്ലേ? അതുകൊണ്ടാ ഞാൻ പലപ്പോഴും പറഞ്ഞത് ഒരു കുഞ്ഞിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാന്ന്. വേണ്ട അനന്തോട്ട, നമുക്ക് നമ്മുടെ നീലമോളെ മാത്രം മതി. കണ്ണേട്ടനും മഹിയൊന്നും നമ്മളെ മനസ്സിലാക്കാത്തവരല്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് കരുതാം. നീ വാവാവോ താരായിട്ട് പാടിയതൊക്കെ മതി. എന്റെ മോളെ ഇങ്ങ് തന്നെ. ഇങ്ങത്താ മഞ്ജു മോളെ, എന്താ മോളെ ഇത്? നീ വന്ന മഞ്ജു? ആ ലേഖേച്ചിക്കുള്ള വിവരം പോലും ഏട്ടത്തിക്കില്ലാതെ പോയല്ലോ എടുത്തി. കണ്ണെട്ടനുമില്ല. എന്തിനാ കുഞ്ഞിനെ എന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് രണ്ടാളും ഇവിടെ നിന്ന് പോയത്? ഞങ്ങൾ അതിനെങ്ങും പോയില്ലല്ലോ മോളെ, മുകളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. മുകളിൽ പോയി എന്തിനാ ഇരുന്നെന്നാ ഞാൻ ചോദിച്ചത്. ഈ പിഞ്ചു കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാത്തവരാ ഈ വീട്ടിലുള്ളത്. മഞ്ജു, ഒരുത്തി കാലൊടിഞ്ഞൊരുത്തനും കൂട്ടിരിക്കാൻ പോയിരിക്കുക. എന്നാലും എന്റെ അമ്മയെ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എന്താ മഞ്ജു ഇത്? അമ്മ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കാന്ന് മനസ്സിലാക്കിയിട്ടാ ഞങ്ങൾ മോളെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഒരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവും. അല്ലെങ്കിലും അനന്തുവിന്റെ വീട്ടിൽ ഇവർ ഒരുപാട് ദിവസം നിൽക്കില്ലല്ലോ. ഓണം കഴിഞ്ഞ പിന്നെ മഹി മോളുമായിട്ട് ഇവിടെ ആയിരിക്കും താമസം. ഇവിടുന്ന് മാറി നിൽക്കാൻ ഇത് ഞങ്ങൾക്ക് അന്യ വീടൊന്നും അല്ലല്ലോ, സ്വന്തം വീടല്ലേ? അതെ, സ്വന്തം വീടാണ്. അതുകൊണ്ട് ഈ വീടിനകത്ത് താമസിക്കാൻ അർഹതയില്ലാത്തവരെയൊക്കെ
ഏട്ടനും ഏട്ടത്തിയും ഇറക്കി വിടണം. അമ്മ ഇവിടെ തന്നെ നിന്നോട്ടെ, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ തോമസ് സാറിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഉണ്ണിയും അവന്റെ ഭാര്യയും ഇനി ഇവിടെ ഇല്ലാതിരിക്കുന്നതാ കണ്ണിട്ട നല്ലത്. അവള് മാറിയെന്നേ നമ്മളൊക്കെ വിശ്വസിക്കുമ്പോഴായിരിക്കും അവൾ ഒരു ദിവസം തനിഗുണം കാണിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ ലേഖേച്ചിക്കുള്ള വിവരം പോലും ഏട്ടത്തിക്കില്ലാന്ന്. ലേഖേച്ചി ഇപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞത് കുഞ്ഞിനെയും കൊണ്ട് കണ്ണേട്ടനും ഏട്ടത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അതറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. അപ്പതേ കുഞ്ഞിനെയും കയ്യിലെടുത്തിട്ട് താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു എന്റെ അമ്മ. കുറച്ച് കഴിയുമ്പോ താരാട്ടുന്ന കൈ കുഞ്ഞിന്റെ കഴുത്തിലോട്ട് നീളില്ലെന്ന് ആര് കണ്ടു? അയ്യോ മഞ്ജു, അങ്ങനൊന്നും പറയല്ലേ മഞ്ജു. ഇവള് പറയുന്നതൊന്നും കൂടുതലല്ല മോളെ. മോളെ സ്റ്റെപ്പിന്റെ മോളീന്ന് കരുണ തള്ളി താഴെ ഇട്ടപ്പോ പോലും സന്തോഷിച്ചവളാ ഞാൻ. ഈ പൊന്നു മോള് ജനിക്കരുതെന്ന് പോലും ആഗ്രഹിച്ചവളാ. പിന്നെ കോടതിയിലേക്ക് വന്ന ശേഷം സത്യങ്ങളൊക്കെ അറിഞ്ഞതിൽ പിന്നെ എന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞത്. ഞാൻ ആകെ മാറിയത്. മാറിയെന്ന് എന്താ ഇത്ര ഉറപ്പ്? നീ മാറിയില്ലേ മഞ്ജു? എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാതിരുന്നോ? ശരി ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോ ഏട്ടനും ഏട്ടത്തെയും കൂടെ ഫിനാൻസിയേഴ്സിലേക്ക് പോവും. ആ നേരത്ത് ഇവിടെ കുഞ്ഞിന് കൂട്ടായിട്ട് എന്റെ അമ്മയും ഉണ്ണിയും കരുണയൊക്കെ കാണും. അത് കുഞ്ഞിനെ ഗുണം ചെയ്യില്ല. ഞാനത്രേ പറയുന്നുള്ളൂ. അമ്മ വിഷമിക്കണ്ട. അവള് സാഗറൊക്കെ ഞങ്ങളെ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അവളും ഞങ്ങളും ഒക്കെ കള്ളം പറഞ്ഞപ്പോ അമ്മ ആ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ച സംഭവമൊക്കെ അവളുടെ മനസ്സിൽ കിടക്കുക. അതൊക്കെ മാറുമേ സാവകാശം. ഇനി ചിലപ്പോ അവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഏറ്റവും വലിയ കൂട്ട അമ്മയായിരിക്കും. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട. ഏയ്, എനിക്ക് വിഷമൊന്നുമില്ല മോനെ. എന്നാലും ലേഖ ആള് കൊള്ളാം. നമ്മള് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ചൂടാറും മുമ്പ് മഞ്ജുവിനെ വിളിച്ച് പറഞ്ഞല്ലോ. അവക്കും പേടി കാണും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു ചെല്ലണം. അതിനുവേണ്ടി ചെയ്ത പണിയാ. അത് ശരിയാ. സാറേ, എല്ലാം പോയി സാറേ. എന്റെ മോനാകെ വിഷമത്തില. കണ്ടമാനം പൈസ ഇനി ആശുപത്രി കെട്ടിയേ പറ്റൂ. 1,00,000 രൂപ ഞാൻ എണ്ണി കൊടുത്തായിരുന്നല്ലോ അവന്. അതൊന്നിനും തികയത്തില്ല സാറേ. നിങ്ങളെ ഏൽപ്പിച്ച ജോലിയും നടന്നിട്ടില്ല. എന്നിട്ട് ഇനിയും ഞാൻ പൈസ എണ്ണി തരണോ? അങ്ങനെ എണ്ണി തരികയാണെന്നുണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. സാറേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പണം പോയത് മാത്രം മിച്ചം. സാറേ, ആ കൊച്ചു കുഞ്ഞിനോട് അങ്ങനെ ചെയ്തുകൊണ്ട് എന്റെ മോനെ പാമ്പ് കടിച്ചത്. അത് അതുകൊണ്ടൊന്നുമല്ല. ഒരു പണി ഏൽപ്പിച്ചിട്ട് എന്നെ പറ്റിക്കാൻ നോക്കി. അതിന് നിങ്ങളുടെ മോന് ദൈവം കൊടുത്ത ശിക്ഷയത്. ദൈവദോഷം കിട്ടുന്ന കാര്യമൊന്നും പറയില്ലേ സാറേ. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും സാറ് പറഞ്ഞത് ചെയ്തവളാ ഞാൻ. നിങ്ങളൊരു ചുക്ക് ചെയ്തിട്ടില്ല. മനുഷ്യനെ തേക്കാന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു തേപ്പാ നിങ്ങൾ നടത്തിയത്. ഉയ്യോ, സാറേ സാറേ, ആ കുഞ്ഞ് ഒരുപാട് ദൈവാധീനമുള്ള കൊച്ചാ സാറേ.
അതുകൊണ്ട് ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ പോയത്. ദേ, ഇനി ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയരുത്. ആശുപത്രിയിൽ നല്ലൊരു ചെലവ് വരും. കാരണം അവന്റെ കിഡ്നിയും കരളിനെയും ഒക്കെ വിഷം ബാധിച്ചെന്നല്ലേ പറയുന്നേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ICU ഇറങ്ങാൻ തന്നെ സമയമെടുക്കും. ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഒന്നുമില്ല സാറേ. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിക്കേണ്ടി വരും. എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമുക്ക് കടം വാങ്ങിയത് കൊണ്ട് ആരും സഹായിക്കില്ല സാറേ. ഓ, അപ്പൊ എന്റെ സഹായം ഇനിയും വേണം. സാരമില്ല, ഞാൻ സഹായിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും, അതുപോലെ നിങ്ങൾ കേൾക്കണം. ഞാൻ ഇടയ്ക്ക് ആശുപത്രിയിൽ പോയിട്ട് വീട്ടിലോട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇനിയും പഴയ പോലെ കുഞ്ഞിനെ കൊല്ലാനൊന്നും എന്നോട് പറയില്ല സാറേ. നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെ മകന്റെ ജീവനാ. ആ ജീവന് വേണ്ടി മറ്റൊരു ജീവൻ എടുക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണം. എന്റെ ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? മോളൂസേ, ദേ നോക്കി. ഓ ആ ഇഷ്ടായ മോക്ക്? ഓ ഓ ഓ ഓ ഇങ്ങനെയുള്ള നിമിഷങ്ങള് നമുക്ക് കുറച്ചുനാൾ മുമ്പ് സങ്കല്പിക്കാനെങ്കിലും കഴിയുമായിരുന്നു മഹി. ഒരിക്കലുമില്ല. കണ്ണേട്ടനൊന്ന് നടന്നു കണ്ടാ മതിയെന്നായിരുന്നു അന്ന് എനിക്ക്. ഇനി നടക്കാൻ കഴിയത്തിന്റെ പേരില് എന്നെ ചൂണ്ടിയാരും തന്നെ കളിയാക്കില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനാണെന്ന് പറയും. അച്ഛൻ മരിച്ച ശേഷം ജീവിതത്തിൽ പല പല ആഘോഷങ്ങളും വന്നു പോയെങ്കിലും എനിക്കതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാ ഈ വരുന്ന ഓണം ഉണ്ടല്ലോ, ആ ഓണം നമുക്കൊന്ന് ആഘോഷമാക്കണം. നമ്മുടെ കുഞ്ഞ് ജനിച്ച ശേഷം, എന്റെ കാലിന് സ്വാധീനം കിട്ടിയ ശേഷം, ഞാൻ നടന്നു തുടങ്ങിയ ശേഷം വരുന്ന ആദ്യത്തെ ഓണമാ. അത് നല്ല മലയാളത്തിൽ പറഞ്ഞ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. ആ ആ ഓ മോളൂസേ, അച്ഛന്റെ മോളെ നോക്കി. ആ ആ ആ അല്ല, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞുമായിട്ടുള്ള ഓരോരോ സന്തോഷ നിമിഷങ്ങൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്കിതല്ലാതെ മറ്റൊന്നും ആലോചിക്കാനില്ലേ? തൽക്കാലം ഇല്ല. അങ്ങനെ ആലോചിക്കാൻ മാത്രം നല്ല നിമിഷങ്ങൾ എന്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടുമില്ല. നിന്റെ ചേച്ചിയേക്കാൾ മുന്നേ നിന്റെ കയ്യിലൊരു കുഞ്ഞു കാണുമായിരുന്നല്ലോ. നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ അല്ലേ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളഞ്ഞേ. എന്നിട്ട് പിന്നെ കൂടുതലൊന്നും സംസാരിക്കണ്ട. നിന്റെ അച്ഛനും മുത്തശ്ശി എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും നിനക്ക് പ്രശ്നമല്ലല്ലോ. ബാക്കിയുള്ളവനെ കുറ്റപ്പെടുത്താൻ നല്ല മിടുക്ക. എല്ലാവരും കണക്കാ. കൂട്ടത്തിൽ എനിക്ക് ഇത്തിരി ആശ്വാസമുള്ളത് എന്റെ മുത്തശ്ശിയാ. ഇനിയിപ്പോ അച്ഛൻ ജയിലിലേക്ക് പോയാ എനിക്ക് ആകെയുള്ള സഹായം മുത്തശ്ശിയായിരിക്കും. എന്തായാലും മുത്തശ്ശി കുടുംബ വീട് വിൽക്കാതെ ഇട്ടതുകൊണ്ട് നിൽക്കക്കള്ളി ഇല്ലാതെ വന്ന അവിടെ പോയി താമസിക്കാം. അടുത്ത ആളെത്തി. മോളെ, ഞാനിപ്പോ വരുന്നത് ആ ജാനമ്മ കണ്ടിട്ടാ. അവരെ വെച്ച് ഞാൻ ഇനി ഒരു കളി കളിക്കും. എന്താടാ അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു പുജ്ഞം പോലെ. ഏത് നേരം എന്നെ തിളപ്പിച്ചോണ്ടിരിക്കുക. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. അല്ല മോളെ, ഞാൻ മോക്കും ഇവനും വേണ്ടിട്ടാ സകലം വൃത്തികേടും ചെയ്തോണ്ടിരിക്കുന്നത്. എന്നിട്ടും അവന് എന്നെ കാണുമ്പോ ഒരു പുച്ഛവും കളിയാക്കൽ ചിരി. മകളെ, സ്വന്തം അച്ഛൻ തന്നെ പറഞ്ഞു പറ്റിക്കുന്ന ഓർത്തിട്ട് ചിരിച്ചു പോയതാ. എടാ, ഞാൻ ആണാണെന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് കണ്ണനെയും ലക്ഷ്മിയും കരയിച്ചിരിക്കും. വെറുതെ ഇങ്ങനെ പറയാതെ കാര്യം നടത്തി കാണിച്ചിട്ട് സംസാരിക്കാച്ചാ. അപ്പൊ ആരും അച്ഛനെ പുച്ഛിക്കില്ല, കളിയാക്കി ചിരിക്കുകയില്ല. ജാനമ്മ എന്താണെങ്കിലും ആർക്കും ഒരു സംശയമില്ലല്ലോ മോളെ.
അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് പലതും നടക്കും. ജാനമ്മയുടെ മോനെ പാമ്പ് കടിച്ചിട്ട് എന്തായി? ഓ, അവൻ ചത്തില്ല. പക്ഷെ ഐസൂല, കിഡ്നിയും കരളും ഒക്കെ കുഴപ്പത്തിലാ. കണ്ണന്റെ മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് വിഷം കലർന്ന പാല് കൊടുത്തപ്പോ വിഷം തിണ്ടിയത് ജാനമ്മയുടെ മോന. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്റെ കുടുംബത്തിലെ പൂജാമുറിയിൽ ഇരിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയണമെന്ന്. കളയണമെന്ന് പറയുന്നല്ലാതെ നിനക്കത് ചെയ്തുകൂടായിരുന്നോ? ആ, എന്നിട്ട് വേണേ എന്നെ പാമ്പ് കടിക്കാൻ. എടാ, നിന്നെയൊക്കെ പാമ്പ് കടിച്ചാ നീ ചാവുവോ അതോ പാമ്പ് ചാവുവോ? അത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യാ. നിന്നെ ഒന്ന് നിർത്ത്. രണ്ടാളെയും കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിലും ഇതിനൊക്കെ കൊള്ളാം. മോളെ, ഈ തിരുവോണം ലക്ഷ്മിയും കണ്ണനും മനസ്സമാധാനത്തോടിരുന്ന് ഉണ്ണത്തില്ല. ഇത്തവണ ഓണം ആഘോഷിക്കാൻ പോകുന്നത് നമ്മളൊക്കെയായിരിക്കും. തഥാസ്തു. എന്താടാ അത്? തഥാസ്തു അല്ല, അങ്ങനെ സംഭവിക്കട്ടെ എന്ന്. നിനക്ക് നീ കണ്ണന്റെ മുകളിലോട്ട് പോണെന്നുണ്ടെങ്കിലേ നീ പോയി വല്ല സിനിമയിലും അഭിനയിക്കണം. ഓ, അതാകുമ്പോ 10 കാശ് പെട്ടെന്ന് ഉണ്ടാക്കാം. നിനക്കാണെങ്കിൽ അതിനുള്ള ഗ്ലാമർ ഒക്കെ ഉണ്ട്. നീ സൂപ്പർ സ്റ്റാർ ആയാലേ അങ്ങനെയെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ എനിക്കും എന്റെ മോക്കും ഒക്കെ ഞെളിഞ്ഞിരിക്കായിരുന്നു. നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും കുറച്ചു മുമ്പ് എന്റെ സുഹൃത്തൊരു സംവിധായകൻ എന്നോട് ചോദിച്ചായിരുന്നു, നീ സിനിമയിൽ അഭിനയിക്കുന്നോന്ന്. അവരെന്നോട് കഥയും പറഞ്ഞു. സ്വന്തം അമ്മായിയച്ഛനെ മരുമ കൊല്ലുന്ന വേഷ. ഞാനേ കൈ കൊടുത്തിട്ടില്ല, വേണേ കൊടുക്കാം. ഭീഷണിയാ? ജയിലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരുത്തനോട് ഭീഷണി? തിരിച്ച് സംഭവിക്കാതെ സൂക്ഷിച്ചോ. തഥാസ്തു. എങ്ങനുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നുമില്ല സാറേ. എന്നാ പിന്നെ നിങ്ങൾ തൽക്കാലം പൊയ്ക്കോ. ഞാനൊരു കുറിപ്പ് തന്നിട്ടില്ലേ, അതനുസരിച്ച് ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ആഹാരവും മരുന്നും ഒക്കെ അതിൽ പറഞ്ഞ പ്രകാരമേ കഴിക്കാവൂ. അങ്ങനെയാണെങ്കിൽ 1-2 ആഴ്ച കഴിയുമ്പോൾ ഇയാൾക്ക് ആരുടെയും സഹായമില്ലാതെ നടക്കാൻ പറ്റും. അതിനുശേഷം ഒരാഴ്ച കൂടി ഇവിടെ വന്ന് കിടക്കണം. അത് കഴിഞ്ഞ് പോകുമ്പോൾ സംസാരിക്കാനും പറ്റുമെന്നാ എന്റെ വിശ്വാസം. സാറിന്റെ നാവ് പൊന്നാവട്ടെ സാറേ. എന്റെ നാവ് പൊന്നായിട്ടൊന്നും കാര്യമില്ല. എന്റെ നാവിന്ന് വരുന്ന കാര്യങ്ങൾ അതേപടി കേൾക്കാനും അനുസരിക്കാനുമുള്ള മനസ്സുണ്ടാവണം രണ്ടാൾക്കും. എന്തായാലും കണ്ണന്റെ അച്ഛന്റെ കൊലയാളികളെ കണ്ണൻ വെറുതെ വിടില്ല. അതുകൊണ്ട് തനിക്കും പ്രതാപനും ഇനി കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞ പിന്നെ തന്റെ കുടുംബം നോക്കേണ്ടത് ഇയാളാ. മേഘ, നേരായ മാർഗത്തിൽ താൻ തന്റെ അമ്മയെയും പെങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഇനിയുള്ള കാലം ദൈവം തന്റെ കൂടെ നിൽക്കും. കാലം ചെല്ലുന്തോറും പകയും പ്രതികാരമൊക്കെ മനുഷ്യനിൽ നിന്ന് അകന്നു പോകാറാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും നടന്നതൊക്കെ മറന്നുപോയെന്നും വരും. ആ സമയത്ത് അവരിൽ നിന്ന് ചിലപ്പോ നിങ്ങൾക്ക് സഹായം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. എന്തായാലും ഇയാളിനി ഏതാണ്ട് ആയുസ് തീരുന്ന സമയത്തെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഇങ്ങനെ ഒരു ഉപദേശം തന്നത്. എടാ മോനെ, അയാള് പറഞ്ഞതിന് കാര്യമുണ്ട് മോനെ. കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ മറ്റുള്ളവരുടെ കണ്ണീര് കാണുന്നവരാ. അവർക്ക് സഹതാപം തോന്നിക്കഴിഞ്ഞാ അവരെന്തും ചെയ്യും. ആ സാഗറൊക്കെ പക്ക തരിയുടെ അല്ലായിരുന്നു. ഇന്ന് അവനും മഞ്ജുനും ഒക്കെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക കണ്ണനും മഹാലക്ഷ്മിയും കൂടെ. അതുപോലെ എങ്ങനെങ്കിലുമൊക്കെ
കണ്ണന്റെ അവന്റെ ഭാര്യയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കണം. ഇനിയിപ്പോ പഴയതുപോലെ അവരെ തല്ലാനും കൊല്ലാനും ഒക്കെ നടന്ന വീണ്ടും നമുക്ക് ഇവിടെ വന്ന് കിടക്കാം. അതുമാത്രമായിരിക്കും മിച്ചം. നടക്ക് നടക്ക് നടക്ക്. ഇത്രയൊക്കെ വേദനിക്കും, എന്നാലും നടക്കണം. എന്നാലേ എല്ലൊക്കെ സെറ്റാവുന്ന വൈദ്യം പറഞ്ഞത്. ദോഷം പറയരുതല്ലോ. നമ്മളോടൊക്കെ എത്ര ശത്രുത ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങേര് ചികിത്സയിൽ വെള്ളം ചേർക്കത്തില്ല. അങ്ങേര് ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ഒരുത്തനായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കണ്ണനെ മഹാലക്ഷ്മിയൊക്കെ അങ്ങ് മുകളിലോട്ട് പറഞ്ഞുവിടായിരുന്നു. ഇത് പക്ഷേ സത്യ ഹരിചന്ദ്രനായതുകൊണ്ട് പൈസ അധികം കൊടുത്താൽ അയാൾക്ക് കഴിക്കും. എന്നാ പിടി. പിന്നെ എന്ത് ചെയ്യും? നടന്നോ നടന്നോ. കുറവുണ്ടോ മേഘ? ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഞാനും ഇവനെയും കൊണ്ട് പോവുക. മേഘേട്ടന് ആരോഗ്യം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായേനെ. ആരോഗ്യം മാത്രമല്ല മോളെ, യവന് കുറച്ചു കഴിയുമ്പോ സംസാരിക്കാനും പറ്റുമെന്നാ വൈദ്യര് പറഞ്ഞേ. അങ്ങേര് പറഞ്ഞതാ. മോള് വിഷമിക്കണ്ട മോളെ. എന്തായാലും എല്ലാം നഷ്ടപ്പെട്ടു. ഞാനും മോടെ അച്ഛനും ഒക്കെ ജയിലിൽ കാത്ത് കഴിയുന്നവരാ. അതുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും തകർക്കാനൊരു അവസരം കിട്ടിയ ഞങ്ങളത് ചെയ്തിരിക്കും.